ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഔട്ട്കംസ് ഓഫ് ഡെമോക്രസി, അതായത് ഡെമോക്രസിയുടെ റിസൾട്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ചാപ്റ്ററിനകത്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് റീഡ് ചെയ്യുന്നുണ്ട്. അതെന്തൊക്കെയാണ്? വാട്ട് ഡസ് ഡെമോക്രസി ഡു? എന്താണ് ഡെമോക്രസി ചെയ്യുന്നത്? ഓർ വാട്ട് ഔട്ട്കംസ് ക്യാൻ ബി റീസണബിളി എക്സ്പെക്ട് ഓഫ് ഡെമോക്രസി? ഡെമോക്രസിയിൽ നിന്ന് നമുക്ക് എന്തൊക്കെ റിസൾട്ട് കിട്ടാം? ഓക്കെ. Also, does democracy fulfill these expectations in real life? ഡെമോക്രസി ശരിക്കും റിയൽ ലൈഫിൽ നമ്മുടെ എക്സ്പെക്റ്റേഷൻസിനെ ഫുൾഫിൽ ചെയ്യുന്നുണ്ടോ? അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കുന്നൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഈ പറയുന്ന ഔട്ട്കം, അതായത് ഡെമോക്രസിയിൽ നിന്ന് കിട്ടും എന്ന് വിചാരിക്കുന്ന ഒരു റിസൾട്ട് നമുക്ക് ശരിക്കും റിയൽ ലൈഫിൽ കിട്ടാറുണ്ടോ? അതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിലൂടെ ഡീൽ ചെയ്യാൻ പോകുന്നത്. അതുപോലെ നമുക്കൊരു ക്ലിയർ കട്ട് ഐഡിയ കിട്ടും നമ്മൾ എന്തൊക്കെ എക്സ്പെക്റ്റ് ചെയ്യാം, അതായത് ഒരു ആക്ച്വൽ ഔട്ട്കം ഓഫ് ഡെമോക്രസി എന്ന് പറയുന്നത് എന്താണ്. ഓക്കെ, അതിനെക്കുറിച്ചൊക്കെ ഇത് പല ആസ്പെക്റ്റിലാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എന്തൊക്കെ ആസ്പെക്റ്റിലാണ് നോക്കാൻ പോകുന്നത്? ക്വാളിറ്റി ഓഫ് ഗവൺമെൻറ്, എക്കണോമിക് വെൽബീയിങ്, ഇൻഇക്വാളിറ്റി, സോഷ്യൽ ഡിഫറൻസസ് ആൻഡ് കോൺഫ്ലിക്റ്റ്, അതേപോലെ ഫൈനലി ഫ്രീഡം ആൻഡ് ഡിഗ്നിറ്റി. ഓക്കെ, ഹൗ ഡു വി ആക്സസ് ഡെമോക്രസീസ് ഔട്ട്കം? നമ്മൾ എങ്ങനെയാണ് ഡെമോക്രസിയുടെ ഒരു ഫൈനൽ റിസൾട്ട് നമുക്ക് കിട്ടുക? എങ്ങനെയാണ് നമ്മൾ അത് നേടുക? നമുക്ക് എങ്ങനെ നേടാൻ സാധിക്കും എന്നുള്ള ചോദ്യത്തിലൂടെയാണ് ഈ ചാപ്റ്റർ തുടങ്ങുന്നത്. നോക്കാം. ഡു യു റിമെമ്പർ ഹൗ സ്റ്റുഡൻസ് ഇൻ മാഡം ലിങ്ഡോ ക്ലാസ് ആർഗ്യൂഡ് അബൌട്ട് ഡെമോക്രസി? നിങ്ങൾക്ക് ഓർമ്മയില്ലേ? അതായത് 9th സ്റ്റാൻഡേർഡിലെ സെക്കൻഡ് ചാപ്റ്ററാണ്. അതിനകത്ത് നമ്മുടെ മാഡം ലിങ്ഡോൻ്റെ ക്ലാസ്സിനകത്ത് നടന്ന ഒരു ആർഗ്യുമെൻറ്റിനെ കുറിച്ച് പറയുന്നുണ്ട് അല്ലേ? ഇറ്റ് ഇമേഴ്സ്ഡ് ഫ്രം ദാറ്റ് കോൺവെർസേഷൻ ദാറ്റ് ഡെമോക്രസി ഈസ് എ ബെറ്റർ ഫോം ഓഫ് ഗവൺമെൻറ്. അവിടെ നിന്നാണ് ഈ ഒരു ആശയം വന്നത് തന്നെ. അതായത് ഡെമോക്രസിയാണ് ഒരു ബെറ്റർ ഫോം ഓഫ് ഗവൺമെൻറ്. എന്താണ് ബെറ്റർ എന്ന് പറയുന്നത്? നമ്മുടെ ഡെമോക്രസിയാണ് ബെറ്റർ ഫോം ഓഫ് ഗവൺമെൻറ് എന്ന് പറയുന്നത്. ആട്ടെ, ഈ ഡിക്റ്റേറ്റർഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരാൾ മാത്രം റൂൾ ചെയ്യുമ്പോഴാണ് നമ്മൾ ഡിക്റ്റേറ്റർഷിപ്പ് എന്ന് പറയുന്നത്. അതായത് എല്ലാ പവറും ഒരാളിൽ തന്നെ ഒതുങ്ങി പോകുന്നതിനെയാണ് നമ്മൾ ഡിക്റ്റേറ്റർഷിപ്പ്, അതായത് രാജാവിൻ്റെ ഭരണക്കയിലെ മൊനാർക്കിയൽ പവർ, മൊനാർക്കിയൽ റൂളൊക്കെ, അതാണ് നമ്മുടെ ഡിക്റ്റേറ്റർഷിപ്പും കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമ്മൾ നമ്മുടെ ചുറ്റുപാടുമുള്ള ആൾക്കാരോട് സംസാരിക്കുമ്പോൾ കൂടുതൽ ആൾക്കാരും സപ്പോർട്ട് ചെയ്യുന്ന എന്തിനെയാണ്? ഡെമോക്രസിയാണ്. അല്ലാതെ മറ്റ് ഓൾട്ടർനേറ്റീവ്സ്, അതായത് മൊണാർക്കിയൽ പവറോ അല്ലെങ്കിൽ മിലിറ്ററി പവറോ അല്ലെങ്കിൽ റിലീജിയസ് ലീഡേഴ്സിൻ്റെ ആ ഒരു റൂളിങ്ങോ ഇതൊന്നുമല്ല സപ്പോർട്ട് ചെയ്യുന്നത്, മറിച്ച് ഡെമോക്രസിയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ, ബട്ട് നോട്ട് സോ മെനി ഓഫ് ദം വുഡ് ബി സാറ്റിസ്ഫൈഡ് വിത്ത് ദ ഡെമോക്രസി ഇൻ പ്രാക്ടീസ്. അത് പക്ഷേ പലർക്കും എന്താണ് ഡെമോക്രസി, നമ്മുടെ റിയൽ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ ഡെമോക്രസി എന്ന് പറയുമ്പം സമത്വം എന്നൊക്കെയല്ലേ പറയണത്. പക്ഷെ പലയിടത്തും എന്താണ് ഈ സമത്വമൊക്കെ കിട്ടുന്നുണ്ടോ? ഇല്ല. ഇപ്പോഴും ആൾക്കാരെന്താണ് ചൂഷണത്തിന് വിധേയമാകുന്നുണ്ട് അല്ലേ? ആൾക്കാരെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നുണ്ട്, എക്സ്പ്ലോയിറ്റേഷനൊക്കെ നടക്കുന്നുണ്ട്. ഓക്കെ, സോ വി ഫേസ് എ ഡിലേമ. ഡെമോക്രസി സീം ടു ബി ഗുഡ്. അപ്പോൾ നമുക്ക് ഒരു എന്താണ് ഡിലേമയാണ്, അതായത് ഒരു ആശയക്കുഴപ്പമാണ്. എന്താ കുഴപ്പം? ഡെമോക്രസി എന്ന് പറയുന്നത് ശരിക്കും നല്ലത് തന്നെയാണോ ഇൻ പ്രിൻസിപ്പിൾ, ബട്ട് ഫെൽ ടു ബി നോട്ട് സോ ഗുഡ് ഇൻ പ്രാക്ടീസ്. അതായത് അതിൻ്റെ കാര്യമൊക്കെ പറയുമ്പോൾ, ഡെമോക്രസിയുടെ കാര്യം പറയുമ്പോൾ നല്ലതാണ്, പക്ഷേ അത് പ്രാബല്യത്തിൽ വരുമ്പോൾ അതത്ര എന്താണ് നല്ലതായിട്ട് വരുന്നതുമില്ല. ദിസ് ഡിലേമ ഇൻവൈറ്റ്സ് us to think hard about outcome of democracy. ഈ ഒരു ആശയക്കുഴപ്പമാണ് നമ്മളെ കൂടുതൽ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നത്. എന്തിനെക്കുറിച്ച്? എന്തായിരിക്കും ഡെമോക്രസിയുടെ റിസൾട്ട്? ഡു വി പ്രിഫർ ഡെമോക്രസി ഓൺലി ഫോർ മോറൽ റീസൺസ്? നമ്മളെന്താ മോറൽ റീസണിന് വേണ്ടി മാത്രമാണോ ഡെമോക്രസി പ്രിഫർ ചെയ്യുന്നത്? ഓർ ആർ ദെയർ സം പ്രിഡൻഷ്യൽ റീസൺ ടു സപ്പോർട്ട് ഡെമോക്രസി ടു? അതോ വേറെ ചില വിവേകപൂർവമായിട്ടുള്ള ചില കാരണങ്ങളുണ്ടോ? അതായത് ശരിക്കുള്ള കാര്യങ്ങളുണ്ടോ നമ്മൾ ഡെമോക്രസി സപ്പോർട്ട് ചെയ്യാൻ മാത്രം? ആഫ്റ്റർ 100 countries of the world today claim and practice some kind of democratic politics.
അതായത് 100ഓളം രാജ്യങ്ങളും എന്താണ് ഇപ്പോൾ ക്ലെയിം ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. എന്ത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്? ചില ഡെമോക്രാറ്റിക് പൊളിറ്റിക്സൊക്കെ, ചില തരത്തിലുള്ള ഡെമോക്രാറ്റിക് പൊളിറ്റിക്സൊക്കെ ക്ലെയിം ചെയ്യുകയും പ്രാക്ടീസ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ദേ ഹാവ് ഫോർമൽ കോൺസ്റ്റിറ്റ്യൂഷൻസ്. അവർക്കെല്ലാം ഫോർമൽ കോൺസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. ദേ ഹോൾഡ് എലക്ഷൻസ് ഒക്കെ നടക്കാറുണ്ട്. ദേ ഹാവ് പാർട്ടീസ് ആൻഡ് ദേ ഗ്യാരണ്ടി റൈറ്റ്സ് ഓഫ് സിറ്റിസൺ. അവർക്ക് പാർട്ടീസ് ഉണ്ട്, അതേപോലെ അവർ ഗ്യാരണ്ടി ചെയ്യുന്നുണ്ട് സിറ്റിസൻ്റെ റൈറ്റിൻ്റെ കാര്യത്തിൽ. അതായത് എല്ലാ സിറ്റിസൻസിനും ഈക്വൽ റൈറ്റ്സ് കിട്ടുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തുന്നുണ്ട്. ഓക്കെ, ഒരു ഗ്യാരണ്ടി തരുന്നുണ്ട്. While these features are common to most of them, these democracies are very much different from each other in terms of their social situations, their economic achievements and their cultures. അതായത് ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പോലും ഈ ഫീച്ചേഴ്സൊക്കെ കോമൺ ആണ് എങ്കിൽ പോലും ഡെമോക്രസിയുടെ പല വശങ്ങൾ നോക്കുമ്പോൾ എന്താണ്, ചില കാരണങ്ങൾ കൊണ്ട് അവർക്ക് ആ ഒരു റൈറ്റ്സും കാര്യങ്ങളൊന്നും കിട്ടാതെ പോകുന്നുണ്ട്. എന്തൊക്കെ രീതിയിൽ? സോഷ്യൽ സിറ്റുവേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ എക്കണോമിക് അച്ചീവ്മെൻറ്റ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ അവരുടെ കൾച്ചർ കാരണമായിരിക്കാം. അതൊക്കെ എന്താണ് ഡിഫർ ചെയ്യും. അതായത് ഇങ്ങനെയുള്ള സിറ്റുവേഷൻ വരുമ്പോൾ ഡെമോക്രസി എന്ന് പറയുന്നത് എന്താണ്, വളരെയധികം ഒന്ന് മറ്റൊന്നിലേക്കാട്ടിലും എന്താണ് ഒരു ഡിഫറൻസ് ഉണ്ടായിരിക്കും. ഓക്കെ, ക്ലിയർലി വാട്ട് മേ ബി അച്ചീവ്ഡ് ഓർ നോട്ട് അച്ചീവ്ഡ് അണ്ടർ ഈച്ച് ഓഫ് ദീസ് ഡെമോക്രസീസ് വിൽ ബി വെരി ഡിഫറെൻറ്റ്. എന്തൊക്കെ അച്ചീവ് ചെയ്തു, എന്തൊക്കെ അച്ചീവ് ചെയ്തില്ല എന്നുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ ഡെമോക്രസിയിൽ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, രാജ്യത്തിൻ്റെ കാര്യമാണ് ഇവിടെ പറയുന്നത്. ബട്ട് ഈസ് ദെയർ സംതിങ് ദാറ്റ് വി ക്യാൻ എക്സ്പെക്ട് ഫ്രം എവറി ഡെമോക്രസി? അതായത് ഡെമോക്രസി എന്ന് പറഞ്ഞാൽ പോലും ഡെമോക്രസിയിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും എക്സ്പെക്റ്റ് ചെയ്യാൻ സാധിക്കുമോ? ജസ്റ്റ് ബിക്കോസ് ഇറ്റ് ഈസ് ഡെമോക്രസി, ഒരു ഡെമോക്രസി മാത്രമായതുകൊണ്ട്. ഇവിടെ പറയുന്ന വേറെ ഒന്നുമല്ല, അത് ഡെമോക്രസി എന്ന് പറയുന്നതല്ലാതെ എന്താണ്, ചില കാരണങ്ങൾ കൊണ്ട് ആൾക്കാർക്ക് അവർക്ക് കിട്ടേണ്ട റൈറ്റ്സ് ഒന്നും കിട്ടാതെ പോകുന്നു. ഓക്കെ, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നിങ്ങളപ്പോൾ ഓൾറെഡി 8th-ലും 9th-ലും ഒക്കെ പഠിച്ചു വരുന്ന ഒരു കാര്യമാണ്. അതായത് ഡെമോക്രസിയുടെ നല്ല വശങ്ങളും ഉണ്ട്, മോശവശങ്ങളും ഉണ്ട്, ഫേവറായിട്ടും ഉണ്ട്, അതേപോലെ എന്താണ് എഗെയിൻസ്റ്റ് ആയിട്ടുമുള്ള കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു വന്നതാണ് അല്ലേ. ഡെമോക്രസിയുടെ കാര്യം പറയുമ്പോൾ നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്, എല്ലാ സോഷ്യൽ എക്കണോമിക് അതേപോലെ പൊളിറ്റിക്കൽ പ്രോബ്ലംസിനെയും അഡ്രസ്സ് ചെയ്യും ഡെമോക്രസി. അതായത് എല്ലാവർക്കും ഈക്വൽ റൈറ്റ്സ് കിട്ടും, ഈക്വൽ റൈറ്റ്സ് ഉറപ്പുവരുത്തുമെന്ന് അല്ലേ. ഇഫ് സം ഓഫ് അവർ എക്സ്പെക്ടേഷൻസ് ആർ നോട്ട് മെറ്റ് വി സ്റ്റാർട്ട് ബ്ലെയിമിങ് ദ ഐഡിയ ഓഫ് ഡെമോക്രസി. ഇഫ് സം ഓഫ് അവർ എക്സ്പെക്ടേഷൻസ് ആർ നോട്ട് മെറ്റ്, നമ്മുടെ എക്സ്പെക്ടേഷൻസ് അനുസരിച്ചത് ഒന്നും നടന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? വി സ്റ്റാർട്ട് ബ്ലെയിമിങ് ദ ഐഡിയ ഓഫ് ഡെമോക്രസി. ഡെമോക്രസി എന്ന ഐഡിയ തന്നെ എന്ത് ചെയ്യും? നമ്മൾ ബ്ലെയിം ചെയ്യാൻ തുടങ്ങും. ഓർ വി സ്റ്റാർട്ട് ഡൗട്ടിങ് ഇഫ് വി ആർ ലിവിങ് ഇൻ എ ഡെമോക്രസി. പിന്നെ നമ്മൾ ഡൗട്ട് ചെയ്യാൻ തുടങ്ങും, നമ്മളൊരു ഡെമോക്രാറ്റിക് സിസ്റ്റത്തിൽ തന്നെയാണോ താമസിക്കുന്നത് അല്ലെങ്കിൽ ജീവിക്കുന്നത്? അതോ ഒരാളുടെ കയ്യിൽ മാത്രമായി പോയോ പവർ? നമുക്ക് കിട്ടേണ്ട റൈറ്റ്സ് ഒന്നും കിട്ടാതെ പോവുകയാണോ എന്നൊക്കെയുള്ള ചിന്തകൾ നമുക്ക് ഉണ്ടാവാം, അല്ലെങ്കിൽ നമുക്കൊരു ഡൗട്ടൊക്കെ തോന്നിയേക്കാം. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് ടുവേർഡ്സ് തിങ്കിങ് കെയർഫുള്ളി അബൌട്ട് ദ ഔട്ട്കം ഓഫ് ഡെമോക്രസി ഈസ് ടു റെക്കഗ്നൈസ് ദാറ്റ് ഡെമോക്രസി ഈസ് ജസ്റ്റ് എ ഫോം ഓഫ് ഗവൺമെൻറ്. ഫസ്റ്റ് സ്റ്റെപ്പ്, അതായത് ഡെമോക്രസിയുടെ റിസൾട്ടിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? മനസ്സിലാക്കുക ഡെമോക്രസി ഒരു ഫോം ഓഫ് ഗവൺമെൻറ് ആണെന്ന് മനസ്സിലാക്കുക. ഇറ്റ് ക്യാൻ ഓൺലി ക്രിയേറ്റ് കണ്ടീഷൻ ഫോർ അച്ചീവിങ് സംതിങ്. എന്തെങ്കിലും ഒന്ന് അച്ചീവ് ചെയ്യാനുള്ള ഒരു കണ്ടീഷൻ മാത്രമേ ഇതിന് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. The citizens have to take advantage of those conditions and achieve those goals. അപ്പോൾ സിറ്റിസൻസിന് ആ അഡ്വാൻറ്റേജ് ഒക്കെ തന്നെ എടുക്കാൻ വേണം, അതുപോലെ തന്നെ അവരുടെ ഗോൾസൊക്കെ അതിലൂടെ അച്ചീവ് ചെയ്യുകയും വേണം. നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ പറയാണ്, അതായത് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അത് നമ്മുടെ റൈറ്റ്സിൽ പെടുന്നൊരു കാര്യമാണ്. അപ്പോൾ അത് നമ്മൾ എന്താണ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക, നമ്മൾ നമ്മുടെ ഗോൾ അച്ചീവ് ചെയ്യുക അതിലൂടെ. ഓക്കെ, ലെറ്റ് us examine some of the things we can reasonably expect from democracy. അതായത് നമുക്കിനി കുറച്ച് കാര്യങ്ങൾ നോക്കാം, നമ്മൾ എന്തൊക്കെയാണ് നമുക്ക് ഡെമോക്രസിയിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യാൻ സാധിക്കുക. ആൻഡ് എക്സാമിൻ ദ റെക്കോർഡ് ഓഫ് ഡെമോക്രസി. ഡെമോക്രസിയെക്കുറിച്ചൊരു റെക്കോർഡ് നമുക്ക് എന്താണ് ഒന്ന് നിരീക്ഷിക്കാം.
അക്കൗണ്ടബിൾ, റെസ്പോൺസീവ് ആൻഡ് ലെജിറ്റിമേറ്റ് ഗവൺമെൻറ്, അതായത് ഉത്തരവാദിത്വമുള്ള, അതായത് എന്താണ് സത്യാവസ്ഥ ബോധിപ്പിക്കാനുള്ള, അതേപോലെ നീതി നിർവഹണം ചെയ്യുന്ന ഗവൺമെൻറ്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ അർത്ഥം. ഓക്കെ, there are some things that democracy must provide. In a democracy we are most concerned with ensuring, കൂടുതൽ കൺസേൺ ആവുന്ന എന്താണ്, എന്ത് എൻഷുർ ചെയ്യാൻ വേണ്ടിയാണ്, അതായത് പീപ്പിൾ വിൽ ഹാവ് ദ റൈറ്റ് ടു ചൂസ് ദെയർ റൂളേഴ്സ്, ആൾക്കാർക്ക് റൈറ്റ് ഉണ്ടായിരിക്കും, അവരുടെ റൂളേഴ്സിനെ തിരഞ്ഞെടുക്കാനുള്ള റൈറ്റ് ഉണ്ടായിരിക്കും. ആൻഡ് പീപ്പിൾ വിൽ ഹാവ് കൺട്രോൾ ഓവർ ദ റൂളേഴ്സ്, ആരെയാണോ അവർ തിരഞ്ഞെടുത്ത് മുന്നോട്ട് നയിച്ചത് അവരുടെ മേലൊരു കൺട്രോളും ആൾക്കാർക്ക് ഉണ്ടായിരിക്കും. Whenever possible and necessary, citizens should be able to participate in decision making that affect them all. അതായത് എപ്പോഴൊക്കെ പോസിബിൾ ആണോ, അതേപോലെ ആവശ്യമായിട്ട് വരുന്നുണ്ടോ അപ്പോഴൊക്കെ തന്നെ സിറ്റിസൻസിന് എന്താണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സാധിക്കണം. എന്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സാധിക്കണം? ഡിസിഷൻ മേക്കിംഗ്. അതായത് നമ്മൾ 9th പറഞ്ഞു വരുന്ന കാര്യമാണ്, അതായത് പഠിച്ചു വരുന്ന കാര്യമാണ്. ഡെമോക്രസിയുടെ കാര്യം പറയുമ്പോൾ നമ്മളൊരു പ്രതിനിധിയെ നമ്മൾ തിരഞ്ഞെടുത്ത് വിട്ട് കഴിഞ്ഞാൽ നമ്മൾ നോക്കും, അതായത് എന്തൊക്കെയാണ് ഡെവലപ്മെൻറ്റ്സ് വരുത്തുന്നത്, എന്തൊക്കെ പ്രോഗ്രസ് ആണ് ചെയ്യുന്നത്, അവർ പറഞ്ഞ വാഗ്ദാനങ്ങളെല്ലാം അവർ നിർവഹിക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കും. എന്നാൽ മാത്രമേ നമ്മൾ അത് നിർവഹിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത ഇലക്ഷൻ എന്ത് ചെയ്യും? അവർക്ക് വോട്ട് കൊടുക്കൂ? ഇല്ലല്ലോ. അപ്പം നമ്മൾ തിരഞ്ഞെടുത്ത്, അല്ലെങ്കിൽ നമ്മൾ ജനപ്രതിനിധിയെ തിരഞ്ഞെടുത്ത് അങ്ങോട്ട് വിട്ട് കഴിഞ്ഞാൽ നമ്മുടെ റോൾ അവിടെ തീരല്ല ചെയ്യുന്നത്. അവർ കറപ്ഷൻ വല്ലതും ചെയ്യുന്നുണ്ടോ, അവർ പിന്നെ നല്ല രീതിയിലാണോ റൂൾ ചെയ്യുന്നതെന്നുള്ളൊരു മോണിറ്ററിങ് നമ്മൾ ചെയ്യും. ഓക്കെ, therefore the most basic outcome of democracy should be that it produces a government that is accountable to the citizen. അതായത് ഏറ്റവും ബേസിക് ആയിട്ടുള്ളൊരു ഡെമോക്രസിയുടെ ഔട്ട്കം എന്ന് പറയുന്നത് എന്താണ്? അതായത് അപ്പം ബേസിക് ഔട്ട്കം എന്ന് പറയുന്നത് തന്നെ ഈ ഇലക്ഷൻ പ്രോസസ്സിലൂടെ പകുതി കഴിഞ്ഞു. അതായത് ആൾക്കാർ തന്നെ അവരുടെ ജനപ്രതിനിധിയെ തിരഞ്ഞെടുക്കുകയാണ്, അവർ തിരഞ്ഞെടുത്ത് കൊണ്ടുവന്ന ആ ഒരു പാർട്ടി ആയിരിക്കുമല്ലോ ഗവൺമെൻറ് ഫോം ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് റെസ്പോൺസീവ് ടു ദ നീഡ്സ് ആൻഡ് എക്സ്പെക്ടേഷൻസ് ഓഫ് ദ സിറ്റിസൻസ്. അതുപോലെ തന്നെ അവർക്ക് അവരുടെ ഒരു ഉത്തരവാദിത്വമാണ് സിറ്റിസൻസിൻ്റെ എക്സ്പെക്ടേഷൻസ് അല്ലെങ്കിൽ അവരുടെ നീഡ്സ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യുക എന്നത്. ബിഫോർ വി ഗോ ഇൻ ടു ദിസ് ക്വസ്റ്റ്യൻ, അതായത് ഈ ഒരു ക്വസ്റ്റ്യനിലോട്ട് കടക്കുന്നതിന് മുന്നേ വി ഫേസ് അനദർ കോമൺ ക്വസ്റ്റ്യൻ, വേറൊരു കോമൺ ക്വസ്റ്റ്യൻ നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട്. എന്താണത്? ഈസ് ദ ഡെമോക്രാറ്റിക് ഗവൺമെൻറ് എഫിഷ്യൻറ്റ്? ഡെമോക്രാറ്റിക് ഗവൺമെൻറ് എഫിഷ്യൻ്റ് ആണോ? ഈസ് ഇറ്റ് എഫക്റ്റീവ് ആണോ? സം പീപ്പിൾ തിങ്ക് ദാറ്റ് ഡെമോക്രസി പ്രൊഡ്യൂസസ് ലെസ് എഫക്റ്റീവ് ഗവൺമെൻറ്. ചില ആൾക്കാർ ചിന്തിക്കുന്നത് ഡെമോക്രസി പ്രൊഡ്യൂസ് ചെയ്യുന്ന എങ്ങനത്തെ ഗവൺമെൻറ് എന്നാ? അത്ര എഫക്റ്റീവ് അല്ലാത്ത ഗവൺമെൻറ്റാണ് ഉണ്ടാവുന്നതെന്നാണ്. ഇറ്റ് ഈസ് ഓഫ് കോഴ്സ് ട്രൂ ദാറ്റ് നോൺ ഡെമോക്രാറ്റിക് റൂളേഴ്സ് ഡു നോട്ട് ഹാവ് ടു ബോദർ അബൌട്ട് ഡെലിബറേഷൻ ഇൻ അസംബ്ലീസ് ഓർ വറി അബൌട്ട് മെജോറിറ്റീസ് ആൻഡ് പബ്ലിക് ഒപ്പീനിയൻ. ഇത് സത്യമാണ്. അതായത് നോൺ ഡെമോക്രാറ്റിക് റൂളേഴ്സിന് ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. എന്തിനെക്കുറിച്ചൊക്കെയാണ്? അസംബ്ലീസിലെ ചർച്ചയെക്കുറിച്ചും ബോധർ ചെയ്യേണ്ട, അതേപോലെ മെജോറിറ്റീസിനെ കുറിച്ചും ബോധർ ചെയ്യേണ്ട, പബ്ലിക് ഒപ്പീനിയൻസിനും ഒന്നും ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. സോ ദേ ക്യാൻ ബി വെരി ക്വിക്ക് ആൻഡ് എഫിഷ്യൻ്റ് ഇൻ ഡിസിഷൻ മേക്കിംഗ്. അതുകൊണ്ട് തന്നെ അവർക്ക് പെട്ടെന്ന് തന്നെ ഡിസിഷൻ ഉണ്ടാക്കാനും ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ, അതുപോലെ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനും സാധിക്കും. അതായത് ഡെമോക്രസി എന്ന് പറയുന്നത് തന്നെ എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? അതായത് ഡെലിബറേഷൻ, നെഗോഷിയേഷൻ എന്ന ഐഡിയ ബേസ് ചെയ്തിട്ടാണ്. അതായത് ചർച്ചയും ഉടമ്പടി എന്ന ആശയത്തെ ബേസ് ചെയ്തിട്ടാണ്. ഓക്കെ, സോ സം ഡിലേ ഈസ് ബോൺ ടു ടേക്ക് പ്ലേസ്. അപ്പോൾ കുറച്ച് താമസമൊക്കെ ഉണ്ടാവാം. ഡസ് ദാറ്റ് മേക്ക് ഡെമോക്രാറ്റിക് ഗവൺമെൻറ് ഇൻഎഫിഷ്യൻറ്റ്? ഇതൊക്കെ കൊണ്ട് ഡെമോക്രാറ്റിക് ഗവൺമെൻറ് ഇൻഎഫിഷ്യൻ്റ് ആകുമോ? ലെറ്റ് us think in terms of cost. നമുക്ക് കോസ്റ്റിനെ ബേസ് ചെയ്തിട്ടൊന്ന് നോക്കാം. ഓക്കെ, ഇമാജിൻ എ ഗവൺമെൻറ് ദാറ്റ് മേ ടേക്ക് ഡിസിഷൻ വെരി ഫാസ്റ്റ്. ഒന്ന് ഇമാജിൻ ചെയ്തത് ഒരു ഗവൺമെൻറ് വരെയാണ് അവരുടെ ഡിസിഷൻസ് പെട്ടെന്നാണ് എടുക്കുന്നത്.
but it may take decisions that are not accepted by the people and may therefore face problem. അവർ ഡിസിഷൻസ് പെട്ടെന്ന് എടുക്കുന്നുണ്ട്, പക്ഷേ അത് ജനങ്ങൾ എത്രത്തോളം അക്സെപ്റ്റ് ചെയ്യുന്നുള്ളതിൽ എന്താണ് ഒരു പോരായ്മ ഉണ്ടാവാറുണ്ട്. അതേപോലെ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രശ്നങ്ങൾ അവർ എന്ത് ചെയ്യുന്നുണ്ട്, ഫേസ് ചെയ്യുന്നുണ്ട്. ഓക്കെ. In contrast, the democratic government will take more time to follow procedure before arriving at a decision. അതുകൊണ്ട് തന്നെ എന്താണ് ഡെമോക്രാറ്റിക് ഗവൺമെൻറ്റിൽ എന്താണ് ഡിസിഷൻസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ എന്താണ് ആ ഒരു പ്രൊസീജിയറൊക്കെ ഫോളോ ചെയ്ത് വരുമ്പോൾ എന്താ കുറച്ച് എന്താണ് സമയമൊക്കെ എടുക്കും. But because it has followed procedure, its decision may be both more acceptable to the people and more effective. ഡിസിഷൻസ് എടുക്കുമ്പോൾ കുറച്ച് താമസിച്ചെടുത്തുകൊണ്ട് തന്നെ എന്താണ് അതിനുള്ള ഗുണം, അതായത് ആൾക്കാരെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടാവും, അതേപോലെ അത് എഫക്റ്റീവും ആയിരിക്കും. പെട്ടെന്ന് ഡിസിഷൻസ് എടുത്താൽ എന്താണ് ആൾക്കാർക്ക് അത് ഉൾക്കൊള്ളാൻ സാധിക്കണമെന്നില്ല. അപ്പോൾ എന്താണ് ഡിസിഷൻസ് എടുക്കുന്ന പ്രൊസീജിയർ രീതിയിലാണെങ്കിൽ, പ്രൊസീജിയർ വൈസ് ആണെങ്കിൽ, അതിനൊരു പ്രൊസീജിയർ ഉണ്ടെങ്കിൽ ആ പ്രൊസീജിയറിനെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ കൂടുതൽ ആൾക്കാർ അത് അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യും, അതുപോലെ അത് എഫക്റ്റീവ് ആവുകയും ചെയ്യും. ഓക്കെ. സോ ദ കോസ്റ്റ് ഓഫ് ടൈം ദ ഡെമോക്രസി പേ ഈസ് പെർഹാപ്സ് വർത്ത് ഇറ്റ്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ എന്താണ് ആ ഒരു ടൈം അവർ സ്പെൻഡ് ചെയ്ത ടൈം കുറച്ച് സമയം പിടിച്ചെങ്കിലും എന്താണ് അത് വർത്ത് ആയിരിക്കും. അതായത് താമസം എടുത്തിട്ട് ആ ഒരു ഡിസിഷനിലെത്തിയെങ്കിലും അത് വർത്ത് ആയിരിക്കും, അതായത് അതും കൊണ്ട് ഗുണമുണ്ടായിരിക്കും. ഓക്കെ. നൗ ലുക്ക് അറ്റ് ദ അതർ സൈഡ്. വേറൊരു സൈഡ് നോക്കാം. ഡെമോക്രസി എൻഷുർ ദാറ്റ് ഡിസിഷൻ മേക്കിംഗ് വിൽ ബി ബേസ്ഡ് ഓൺ നോംസ് ആൻഡ് പ്രൊസീജിയർ. അതായത് ഡെമോക്രസി എൻഷുർ ചെയ്യുന്ന എന്താണ് ഡിസിഷൻ മേക്കിംഗ് എൻഷുർ ചെയ്യുന്നുണ്ട്. അത് എന്തിൻ്റെ ബേസിസിലായിരിക്കും, നോംസ് അല്ലെങ്കിൽ പ്രൊസീജിയറിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. സോ സിറ്റിസൺ ഹു വോണ്ട് ടു നോ ഇഫ് എ ഡിസിഷൻ വാസ് ടേക്കൺ ത്രൂ ദ കറക്റ്റ് പ്രൊസീജിയർ ക്യാൻ ഫൈൻഡ് ദിസ് ഔട്ട്. അപ്പോൾ ഒരു സിറ്റിസന് ഇപ്പം വേണമെന്നുണ്ട്, അതായത് അറിയണമെന്നുണ്ട്, അതായത് ഡിസിഷൻസ് കറക്റ്റ് പ്രൊസീജിയറിലൂടെ തന്നെയാണ് എടുക്കുന്നത് എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഷീ ഹാസ് ദ റൈറ്റ് ആൻഡ് ദ മീൻസ് ടു എക്സാമിൻ ദ പ്രൊസീജിയർ ഓഫ് ഡിസിഷൻ മേക്കിംഗ്. ഡിസിഷൻ മേക്കിങ്ങിൻ്റെ ഒരു പ്രോസസ്സ് എക്സാമിൻ ചെയ്യാൻ എന്താണ് അവൾക്ക് അല്ലെങ്കിൽ അവന് സാധിക്കും. ഓക്കെ. അതായത് ദിസ് ഈസ് നോൺ ആസ് ട്രാൻസ്പെറൻസി. ഡിസിഷൻസ് ഒക്കെ എടുക്കുന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് പ്രൊസീജിയർ ഫോളോ ചെയ്തുകൊണ്ട് തന്നെയാണോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ദിസ് ഫാക്ടർ ഈസ് ഓഫൺ മിസ്സിങ് ഫ്രം എ നോൺ ഡെമോക്രാറ്റിക് ഗവൺമെൻറ്. നോൺ ഡെമോക്രാറ്റിക് ഗവൺമെൻറ്റിൽ ഈ ഒരു ഫാക്ടർ മിസ്സിങ് ആയിരിക്കും. ദെർഫോർ വെൻ വി ആർ ട്രൈങ് ടു ഫൈൻഡ് ഔട്ട് ദ ഔട്ട്കം ഓഫ് ഡെമോക്രസി, നമ്മൾ ഡെമോക്രസിയുടെ റിസൾട്ട് എന്താകുമെന്ന് കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ ഇറ്റ് ഈസ് റൈറ്റ് ടു എക്സ്പെക്ട് ഡെമോക്രസി ടു പ്രൊഡ്യൂസ് എ ഗവൺമെൻറ് ദാറ്റ് ഫോളോ പ്രൊസീജിയർ ആൻഡ് ഈസ് അക്കൗണ്ടബിൾ ടു ദ പീപ്പിൾ. അതായത് നമ്മൾ ഡെമോക്രസിയുടെ ഔട്ട്കം, ഡെമോക്രസിയുടെ റിസൾട്ട് കിട്ടുന്നുണ്ടോ എന്ന് നോക്കാൻ ട്രൈ ചെയ്യുമ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണ്, ഇറ്റ് ഈസ് ദ റൈറ്റ് ടു എക്സ്പെക്ട് ഡെമോക്രസി. അത് നമ്മുടെ ആ ഒരു റൈറ്റാണ്. അതായത് നമ്മൾ ജയിപ്പിച്ചു വിട്ട ആ ഒരു പാർട്ടി, രൂപീകരിച്ച ഒരു ഗവൺമെൻറ് കറക്റ്റ് പ്രൊസീജിയറാണോ ഫോളോ ചെയ്യുന്നത്, അതായത് ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയാണോ പ്രവർത്തിക്കുന്നത്, അവർക്ക് അവരുടെ നീതിക്ക് വേണ്ടിയാണോ പ്രവർത്തിക്കുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ, നീതിന്യായ നിർവഹണമൊക്കെ നല്ല രീതിയിലാണോ നടക്കുന്നത്, അതിനെക്കുറിച്ചൊക്കെ നമുക്കൊരു ഐഡിയ ഇവിടെ കിട്ടുന്നു. We can also expect that the democratic government develop mechanism for citizens to hold the government accountable and mechanism for citizens to take part in decision making whenever they think fit. അതായത് ഇവിടെ ഒരു മെക്കാനിസം ഉണ്ട്. അതായത് നമുക്കിപ്പോൾ തോന്നുകയാണ് ഡിസിഷൻസ് എടുക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു പ്രൊസീജിയർ കറക്റ്റ് രീതിയിലല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഡിസിഷൻ മേക്കിംഗ്, അതായത് ഡിസിഷൻ എടുക്കാനുള്ളൊരു റോള് നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ. അപ്പോൾ അത് നമ്മൾ വേണ്ട രീതിയിൽ ഉപയോഗിച്ചാൽ എന്താണ് ആ പ്രോസസ്സ് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകും. If you wanted to measure the democracies on the basis of this expected outcome, നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഔട്ട്കമ്മിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഡെമോക്രസിയെ മെഷർ ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ യു വുഡ് ലുക്ക് ഫോർ ഫോളോയിങ് പ്രാക്ടീസസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടെത്തും. എന്തൊക്കെയാണ്? റെഗുലർ, ഫ്രീ ആൻഡ് ഫെയർ എലക്ഷൻ.
നമ്മൾ കാണുന്നതാണ്. റെഗുലറായിട്ട് നടക്കുന്നുണ്ട് ഇലക്ഷൻ. അതേപോലെ 5 വർഷം കൂടുമ്പോൾ നടക്കുന്നുണ്ട്. ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷനാണ്. അവിടെ നമ്മൾ ഡെമോക്രസിയുടെ കാര്യം പറഞ്ഞ കാര്യമാണ്. എല്ലാവർക്കും ഈക്വൽ റൈറ്റ് ആണ് അല്ലേ. ഇപ്പോൾ 18 വരുമ്പോഴത്തേക്ക് നമുക്ക് യൂണിവേഴ്സൽ അഡൾട്ട് ഫ്രാഞ്ചൈസ് എന്നുള്ളൊരു കൺസെപ്റ്റ് വരുന്നുണ്ട്. അതായത് ഏത് ജാതി ആയിക്കോട്ടെ, മതമായിക്കോട്ടെ, വർഗമായിക്കോട്ടെ, ആണായിക്കോട്ടെ, പെണ്ണായിക്കോട്ടെ, എവിടെയും ജനിച്ചവനായിക്കോട്ടെ എല്ലാവർക്കും സമത്വം ഉണ്ടായിരിക്കും. അതേപോലെ വോട്ട് ചെയ്യാനുള്ള റൈറ്റും ഉണ്ടായിരിക്കും. അപ്പം എന്തിനെക്കുറിച്ചൊക്കെയാണ് പബ്ലിക് ഡിബേറ്റ് നടക്കുന്നത്? ഇപ്പം നമ്മൾ പാർലമെൻറ്റ് നടക്കുന്ന പബ്ലിക് ഡിബേറ്റ് അല്ലേ. അതായത് മേജർ പോളിസീസിനെ ബേസ് ചെയ്തിട്ട് ഡിബേറ്റ് നടക്കുന്നുണ്ട്. ലെജിസ്ലേഷൻ, അതായത് ലോ മേക്കിങ്ങിനെ ബേസ് ചെയ്തിട്ട് ഡിബേറ്റ് നടക്കുന്നുണ്ട്. ഗവൺമെൻറ്റിൻ്റെ ഫങ്ഷനിങ്ങും അതിനെക്കുറിച്ചൊക്കെ ജനങ്ങൾക്കും ഒരു ഇൻഫോർമേഷനൊക്കെ കിട്ടുന്നുണ്ട് അല്ലേ. പ്രസ് മീഡിയയും ആൾക്കാരും ഒക്കെ ഉണ്ടാവില്ലേ നമ്മുടെ പാർലമെൻറ്റിൽ. അപ്പോൾ അവരല്ലേ നമുക്ക് റിപ്പോർട്ടൊക്കെ റെഡിയാക്കിയിട്ട് നമ്മളിൽ എത്തിക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ്, എന്തൊക്കെ പ്രോസസ്സാണ് നടന്നത്, എന്തൊക്കെ ഡിസിഷൻസാണ് എടുത്തത്, അതിനെക്കുറിച്ചൊക്കെ ഒരു ധാരണ നമുക്ക് നമ്മൾ സിറ്റിസൻസിനും കിട്ടാറുണ്ട്. The actual performance of democracy shows a mixed record on this. അപ്പം നമ്മുടെ ഒരു ആക്ച്വൽ പെർഫോമൻസ്, ഡെമോക്രസിയുടെ ആക്ച്വൽ പെർഫോമൻസ് എന്ന് പറയുമ്പോൾ മിക്സഡ് ആയിട്ടുള്ള നമുക്കൊരു റെക്കോർഡാണ് കിട്ടുക. Democracy have had greater success in setting up regular and free election and in setting up conditions for open public debate. Democracy എന്ന് പറയുന്നത് Democracies have had greater success in setting up regular and free election and in setting up conditions for open public debate. ഡെമോക്രസി ചില കാര്യങ്ങളിൽ സക്സസ് നേടിയിട്ടുണ്ട്. എന്തൊക്കെ കാര്യങ്ങളിലാണ്? റെഗുലർ ആൻഡ് ഫ്രീ ഇലക്ഷൻ നടത്തുന്നതിൽ, അതേപോലെ ഓപ്പൺ പബ്ലിക് ഡിബേറ്റ് ഒരുക്കുന്നതിൽ. ഓക്കെ, ബട്ട് മോസ്റ്റ് ഡെമോക്രസീസ് ഫോൾ ഷോർട്ട് ഓഫ് എലക്ഷൻ ദാറ്റ് പ്രൊവൈഡ് എ ഫെയർ ചാൻസ് ടു എവറി വൺ ആൻഡ് ഇൻ സബ്ജക്റ്റിംഗ് എവറി ഡിസിഷൻ ഇൻ പബ്ലിക് ഡിബേറ്റ്. പക്ഷേ കൂടുതൽ ഡെമോക്രസിയും ഫോൾ ഷോർട്ട് ഓഫ് എലക്ഷൻ്റെ ഒരു കാര്യം വരുമ്പം പ്രൊവൈഡ് എ ഫെയർ ചാൻസ് ടു എവറി വൺ, എല്ലാവർക്കും ഒരു ഈക്വൽ ചാൻസ് കിട്ടുന്നുണ്ട്. അതേപോലെ ഡിസിഷൻ മേക്കിങ്ങിലാണെങ്കിലും പബ്ലിക് ഡിബേറ്റിലാണെങ്കിലും ഒരു ഈക്വൽ റൈറ്റ് കിട്ടുന്നുണ്ട്. ഡെമോക്രാറ്റിക് ഗവൺമെൻറ് ഡു നോട്ട് ഹാവ് എ വെരി ഗുഡ് റെക്കോർഡ് വെൻ ഇറ്റ് കംസ് ടു ഷെയറിങ് ഇൻഫോർമേഷൻ വിത്ത് സിറ്റിസൺ. പക്ഷേ അങ്ങനെ ഇരുന്നാലും എന്താ കാര്യം എന്ന് വെച്ചാൽ, സിറ്റിസൻ്റെ അടുത്ത് ഇൻഫോർമേഷൻ ഷെയർ ചെയ്യുന്ന കാര്യത്തിൽ ഡെമോക്രാറ്റിക് ഗവൺമെൻറ്റിന് അത്ര നല്ല റെക്കോർഡൊന്നും അല്ല. All one can say in favor of democratic regime is that they are much better than any non-democratic regime in this respect. അതായത് അങ്ങനെ ചെയ്താലും നമുക്ക് ഇത്രേ പറയാം. മറ്റ് നോൺ ഡെമോക്രാറ്റിക് ഗവൺമെൻറ്റിനെ ബേസ് നോക്കുവാണെങ്കിൽ ഡെമോക്രാറ്റിക് ഗവൺമെൻറ് തന്നെയാണ് മച്ച് ബെറ്റർ. പക്ഷെ അങ്ങനെ ഇരുന്നാലും ചില കാര്യങ്ങൾ കൊണ്ട് പിന്നെ ആൾക്കാർക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാതെ വരുന്ന ഒരവസ്ഥയും ഉണ്ടാകുന്നുണ്ട്. In substantive terms, it may be reasonable to expect from democracy. അതായത് ഒരടിസ്ഥാനപരമായിട്ട് പറയുകയാണെങ്കിൽ ചില കാര്യങ്ങൾ നമുക്ക് ഡെമോക്രസിയിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും. A government that is attentive to the needs and demand of the people and is largely free of corruption. അഴിമതി രഹിതമായിട്ടുള്ള ഒരു ഗവൺമെൻറ്റാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ജനങ്ങളുടെ ഡിമാൻഡ്സ് എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് സാറ്റിസ്ഫൈ ആയി പോകും. മനസ്സിലായോ? സാറ്റിസ്ഫൈഡ് ആവും ജനങ്ങൾ. ദ റെക്കോർഡ് ഓഫ് ഡെമോക്രസി ഈസ് നോട്ട് ഇംപ്രസീവ് ഓൺ ദീസ് ടു കൗണ്ട്. ഈ രണ്ട് സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ ഡെമോക്രസിക്ക് അത്ര നല്ലൊരു ഇംപ്രഷൻ അല്ല ഉള്ളത്, അത്ര നല്ലൊരു റെക്കോർഡല്ല ഉള്ളത്. Democracies often frustrate the needs of the people and often ignore the demands of majority of its population. അതായത് ഡെമോക്രസി ചില കാര്യങ്ങൾ പലപ്പോഴും ഫ്രസ്ട്രേഷൻ ഉണ്ടാവാറുണ്ട് ആൾക്കാർക്ക്. അതായത് അവരുടെ നീഡ്സ് സാറ്റിസ്ഫൈ ആവാത്ത വരുമ്പോൾ അവരോട് അവരുടെ ജനപ്രതിനിധി പറഞ്ഞ വാഗ്ദാനങ്ങളൊന്നും പാലിക്കാതെ വരുമ്പോൾ ആൾക്കാർക്ക് ഫ്രസ്ട്രേഷൻ വരും അല്ലേ. അവർ ജയിപ്പിച്ച് വിടുന്ന ആൾ
എന്താണ് കറപ്ഷൻ ചെയ്യാണ്, അല്ലെങ്കിൽ അവരോട് പറഞ്ഞ കാര്യങ്ങളൊന്നും, അവർക്ക് കൊടുത്ത വാഗ്ദാനങ്ങളൊന്നും നിർവഹിക്കുന്നില്ല എന്ന് വരുമ്പോൾ ആൾക്കാർക്ക് സ്വാഭാവികമായിട്ടും എന്താണ് ഒരു ഫ്രസ്ട്രേഷനും ഉണ്ടാവും അല്ലേ. അപ്പോൾ എന്താണ് പലപ്പോഴും ഇഗ്നോർ ചെയ്യാണ്. അതായത് അങ്ങനെ വരുമ്പോൾ ഡെമോക്രസിയിൽ ആൾക്കാർക്ക് എന്താണ് ഒരു ഫ്രസ്ട്രേഷൻ തോന്നും, ഡെമോക്രാറ്റിക് സിസ്റ്റത്തോടൊരു ഫ്രസ്ട്രേഷൻ തോന്നും. The routine tales of corruption are enough to convince us that democracy is not free of this evil. അതായത് ഒരു കറപ്ഷൻ വരുമ്പോൾ തന്നെ നമുക്കറിയാം ഡെമോക്രസി എന്തുവാ ഈ ഒരു ഇസ് നോട്ട് ഫ്രീ ഓഫ് ദിസ് എവിൽ. അതായത് ഈ ഒരു എവിൽ നിന്ന് എന്താണ് ഫ്രീ അല്ല എന്നുള്ള ഒരു സംഗതി വരും. അതായത് ഡെമോക്രസിയിൽ പറയുന്നുണ്ട് എല്ലാവർക്കും ഈക്വൽ റൈറ്റ്സ് കിട്ടുന്നുണ്ടെന്ന്, പക്ഷെ പലപ്പോഴും ആ ഈക്വൽ റൈറ്റ്സ് എന്താണ് ഡിനേ ചെയ്യപ്പെടാണ്. അതായത് കുറച്ച് സെക്ഷൻസ് ഓഫ് പീപ്പിളിന് എന്താണ് റൈറ്റ്സ് കിട്ടുന്നില്ല, അവരെ ആൾക്കാർ അവരുടെ ഇടയിലുള്ള കമ്മ്യൂണിറ്റിയിലെ ആൾക്കാർ എന്നാൽ ചൂഷണം ചെയ്യാണ്. ഈ ഡെമോക്രസിയിൽ പറയുന്ന റൈറ്റ്സ് ഒന്നും അവർക്ക് കിട്ടാതെ വരുമ്പോൾ എന്താണ് ആൾക്കാർക്കൊരു നാച്ചുറലായിട്ടൊരു ഫ്രസ്ട്രേഷൻ ഉണ്ടാവും അല്ലേ. At the same time, there is nothing to show that non-democracies are less corrupt or more sensitive to the people. അതേപോലെ തന്നെ നമ്മൾ പറയുമ്പോൾ നോൺ ഡെമോക്രസിയും അത്ര അതിനകത്തും എന്താണ് കുറവൊന്നുമല്ല കറപ്ഷൻ. അതിനകത്തും കറപ്ഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ആൾക്കാരുടെ ബോൺസ് ഒന്നും സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല നോൺ ഡെമോക്രസിയിലാണെങ്കിലും. അതായത് മൊണാർക്കിൽ പവർ ആണെങ്കിലും. ഡെമോക്രസിയിൽ പറയുമ്പം നമുക്ക് റൈറ്റ്സ് ഒക്കെ കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞാൽ പോലും ചില സെക്ഷൻസ് ഓഫ് പീപ്പിളിന് അല്ലെങ്കിൽ മെജോറിറ്റി ഓഫ് ദ പോപ്പുലേഷനും എന്താണ് ചില സമയങ്ങളിൽ എന്താണ് അവരുടെ നീഡ്സ് സാറ്റിസ്ഫൈ ആകാത്തൊരവസ്ഥ ഉണ്ടാവുന്നുണ്ട്. One respect in which democratic government is certainly better than its alternative democratic government is legitimate government. അതായത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോഴാണ് എന്താണ് ഒരു ആസ്പെക്റ്റ് വെച്ച് നോക്കുക, ഡെമോക്രാറ്റിക് ഗവൺമെൻറ്റിൻ്റെ ഒരു ആസ്പെക്റ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ മറ്റുള്ള ഓൾട്ടർനേറ്റീവ്സ് വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഡെമോക്രാറ്റിക് ഗവൺമെൻറ് തന്നെയാണ് ബെറ്റർ എന്ന് പറയുന്നത്. ഡെമോക്രാറ്റിക് ഗവൺമെൻറ് ഈസ് ലെജിറ്റിമേറ്റ് ഗവൺമെൻറ് എന്ന് പറയുന്നത്. ഡെമോക്രാറ്റിക് ഗവൺമെൻറ് ഒരു നീതി നിർവഹണം ചെയ്യുന്ന ഒരു ഗവൺമെൻറ് ആണെന്ന് പറയുന്നത്. ഇറ്റ് മേ ബി സ്ലോ, ലെസ് എഫിഷ്യൻറ്റ്, നോട്ട് ഓൾവേസ് വെരി റെസ്പോൺസീവ് ഓർ ക്ലീൻ. ഇത് ചിലപ്പോൾ സ്ലോ ആയിരിക്കാം, അതിൻ്റെ പ്രോസസ്സ് സ്ലോ ആയിരിക്കാം, എഫിഷ്യൻ്റ് ആയിരിക്കില്ല, അല്ലെങ്കിൽ എപ്പോഴും എന്താണ് അവർക്കൊരു റെസ്പോൺസിബിലിറ്റി കാര്യങ്ങളൊന്നും ഉണ്ടാവാറില്ല. ബട്ട് എ ഡെമോക്രാറ്റിക് ഗവൺമെൻറ് ഈസ് പീപ്പിൾസ് ഓൺ ഗവൺമെൻറ്. പക്ഷേ ഡെമോക്രാറ്റിക് ഗവൺമെൻറ്റിൻ്റെ കാര്യം പറയുമ്പോൾ എന്താണ് ആൾക്കാരുടെ ഒരു ഗവൺമെൻറ്റാണ്, അവരുടെ സ്വന്തം ഗവൺമെൻറ് എന്നുള്ളൊരു നയം വരുന്നു. That is why there is an overwhelming support for the idea of democracy all over the world. അതുകൊണ്ട് തന്നെയാണ് ഡെമോക്രസി എന്ന ആശയത്തിന് കൂടുതൽ ആൾക്കാരും എന്താണ് നെഞ്ചിലേറ്റി നടക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റത്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, സപ്പോർട്ട് ചെയ്യുന്നത്. As the accompanying evidence from South Asia shows, the support exists in countries with democratic regime as well as countries without democratic regime. സൗത്ത് ഏഷ്യയുടെ ആ ഒരു എവിഡൻസ് വെച്ച് നോക്കുക തന്നെയാണെങ്കിൽ സപ്പോർട്ടുണ്ട്. അതായത് ഡെമോക്രാറ്റിക് റെജീമിൽ നിന്നും സപ്പോർട്ട് കിട്ടുന്നുണ്ട് രാജ്യങ്ങൾക്ക്, അതേപോലെ ഡെമോക്രാറ്റിക് റെജീം അല്ലാത്ത രാജ്യങ്ങളിൽ നിന്നും എന്താണ് സപ്പോർട്ട് കിട്ടുന്നുണ്ട്. പീപ്പിൾ വിഷ് ടു ബി റൂൾഡ് ബൈ റെപ്രസെൻറ്റേറ്റീവ് എലക്റ്റഡ് ബൈ ദം. ആൾക്കാർ എന്താ ആഗ്രഹിക്കുന്ന, അവർ തിരഞ്ഞെടുത്ത ജനപ്രതിനിധി തന്നെ എന്ത് ചെയ്യണം, റൂൾ ചെയ്യണം എന്ന് അല്ലേ, അതാണ് അവരുടെ ആഗ്രഹം. ദേ ഓൾസോ ബിലീവ് ദാറ്റ് ഡെമോക്രസി ഈസ് സ്യൂട്ടബിൾ ഫോർ ദെയർ കൺട്രി. അതുപോലെ തന്നെ ആൾക്കാർ എന്താണ് വിശ്വസിക്കുന്നത്, ഡെമോക്രസിയാണ് എന്താണ് അവരുടെ രാജ്യത്തിന് ഏറ്റവും സ്യൂട്ടബിൾ എന്ന് പറയുന്നത്. Democracy's ability to generate its own support is itself an outcome that cannot be ignored. ഡെമോക്രസിയുടെ ഒരു എബിലിറ്റി, അതായത് അവരുടെ ഒരു സപ്പോർട്ട് ജനറേറ്റ് ചെയ്യാൻ ഉള്ളൊരു കഴിവ്, ഡെമോക്രസിയുടെ ഒരു കഴിവ് തന്നെയാണ് ഡെമോക്രസിയുടെ ഔട്ട്കം. ആൾക്കാരുടെ എന്താണ് പ്രീതി പിടിച്ച് പറ്റുകയാണ്, അവരുടെ വിശ്വാസം പിടിച്ചു പറ്റുകയാണെങ്കിൽ എന്താണ് ഡെമോക്രസിയിൽ നല്ലൊരു റിസൾട്ട് തന്നെയായിരിക്കും ഉണ്ടാവുക അല്ലേ. അതൊരിക്കലും നമുക്ക് ഇഗ്നോർ ചെയ്യാൻ സാധിക്കില്ല.